പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഒരു സന്ധി സംഭാഷണം എന്ന രീതിയിലേക്കാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തിയിരിക്കണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയാൽ അതുണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കും. പ്രത്യേകിച്ചും അതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ പദവി നഷ്ടമാകുമോ എന്നുള്ള ഭയം പോലും ഉണ്ടാകും. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിനുണ്ടാകുന്ന മാനക്കേടെന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചുകൊണ്ട് താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പാനലിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനോടും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ AICCയും മറുപടി പറഞ്ഞിരിക്കുന്നത് കത്ത് വലിച്ചീറിക്കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഈ ഏകപക്ഷീയമായ നിലപാടും നാടകവും ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 മാസം കഴിഞ്ഞ് നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് അധികമായി അവിടെ 30 ലക്ഷത്തിലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടത്. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിലായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അലംഭാവമാണ്. 12,000-ഓളം ബൂത്തുകൾ ഉൾപ്പെടുന്ന 85 നിയോജക മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിൽ ഉള്ളെടുത്ത് BJPയും സഖ്യകക്ഷികളും വിജയിച്ചത് അട്ടിമറിയിലൂടെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 85 മണ്ഡലങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ലിസ്റ്റ് കണക്കാക്കി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 85 മണ്ഡലങ്ങളിലെ ലോക്സഭാ ലീഡ് നോക്കുമ്പോൾ, അതായത് 5 മാസങ്ങൾക്ക് മുമ്പ് നടന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യകക്ഷികളുമാണ് ഈ 85 മണ്ഡലങ്ങളിൽ ജയിച്ചതെങ്കിൽ ആ 85 മണ്ഡലങ്ങളിൽ BJPയും സഖ്യകക്ഷിയും മുഴുവൻ സീറ്റും നേടിയെടുത്തത് എങ്ങനെയെന്നതാണ് രാഹുലിൻ്റെ ചോദ്യം. അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ 12,000-ഓളം ബൂത്തുകളിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വൈകുന്നേരം 5 മണിക്ക് ശേഷം 79 ലക്ഷത്തോളം വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ 1 മിനിറ്റിൽ ഒരാളെ വെച്ച് കയറ്റി വിട്ടാൽ പോലും കുറഞ്ഞത് 15 മുതൽ 16 മണിക്കൂർ, അതായത് അടുത്ത ഒരു ദിവസം മുഴുവൻ വേണ്ടിവരും ഇത്തരം ഒരു പ്രക്രിയ പൂർത്തീകരിക്കുവാൻ വേണ്ടി. മഹാരാഷ്ട്രയിൽ മുഴുവനായിട്ടല്ല 85 സെലക്റ്റഡ് മണ്ഡലങ്ങളിലാണ് BJP ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത്. അതാണ് കൃത്യ കണക്ക് സഹിതം രാഹുൽ ഗാന്ധിയെ പൊളിച്ചെടുക്കുന്നത്. മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് മത്സരിച്ച് ജയിച്ച നാഗ്പൂർ സൗത്ത് വെസ്റ്റിലെ 29,000-ഓളം കള്ളവോട്ടുകൾ കൃത്യമായി കൈയോടെ പിടിച്ചിരിക്കുന്നു എന്നതും പ്രതിപക്ഷം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫട്നാവിസിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, MLA സ്ഥാനം അയോഗ്യമാക്കണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. ഇതിൽ കുറയാത്ത ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നതാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷത്തെ നാണം കെടുത്തി കളയാമെന്ന് വിചാരിച്ച BJPയുടെ പതിവ് ശൈലി നടക്കില്ല ഈ കേസിൽ എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.